Dear students, welcome to the class of Fluid Mechanics and Hydraulics. In this class, we will discuss the topics gradually varied flow equation for wide rectangular channel, then types of channel bed slopes. First, gradually varied flow equation for wide rectangular channel. The dynamic equation for gradually varied flow is given by dy by dx is equal to IB minus IE divided by 1 minus Q square T by GA cube. ഒരു ഗ്രാജുവലി വാരിയഡ് ഫ്ലോൻ്റെ ജനറൽ ഗവേണിംഗ് ഇക്വേഷൻ അല്ലെങ്കിൽ ഡൈനാമിക് ഇക്വേഷൻ എന്ന് പറയും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ dy by dx എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് വാട്ടർ സർഫസ് വിത്ത് റെസ്പെക്ട് ടു ചാനൽ ബെഡ്, IB എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ചാനൽ ബെഡ്, IE എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് എനർജി ലൈൻ, Q ഡിസ്ചാർജ്, T ടോപ്പ് വിഡ്ത്ത്, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഫ്ലോ, G എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ഇക്വേഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ്. ദിസ് ഡൈനാമിക് ഇക്വേഷൻ ഓഫ് ഗ്രാജുവലി വാരിയഡ് ഫ്ലോ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ എ സിംപ്ലിഫൈഡ് ഫോം ഫോർ എ വൈഡ് റെക്ടാങ്കുലർ ചാനൽ ഇൻ ടേംസ് ഓഫ് നോർമൽ ഡെപ്ത് ഓഫ് ഫ്ലോ ആൻഡ് ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ. അതായത് ഈ ഒരു ജനറൽ ഗവേണിംഗ് ഇക്വേഷൻ ഇതിന് ഒരു വൈഡ് റെക്ടാങ്കുലർ ചാനലിലോട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വൈഡ് റെക്ടാങ്കുലർ ചാനലിന് ഈ ഗവേണിംഗ് ഇക്വേഷൻ എങ്ങനെ മാറും, ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് നോർമൽ ഡെപ്തിൻ്റെയും ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെയും ടേംസിലേക്കാണ്. അതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നോർമൽ ഡെപ്ത് ഓൾറെഡി അറിയുന്നുണ്ടാവും. എന്താണ് നോർമൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ഡെപ്ത് ഓഫ് ഫ്ലോ വെൻ ദി ഡിസ്ചാർജ് ത്രൂ ദി ചാനൽ ടേക്സ് പ്ലേസ് ആസ് യൂണിഫോം ഫ്ലോ ഓൺ ചാനൽ ബെഡ് സ്ലോപ്പ് ഓഫ് IB. ഒരു പർട്ടിക്കുലർ ചാനൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഒരു യൂണിഫോം ഫ്ലോ ഉണ്ട്. യൂണിഫോം ഫ്ലോ എന്ന് വെച്ചാൽ ഏത് സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും, എല്ലാ സെക്ഷനിലും അറ്റ് എ ടൈമിൽ ഫ്ലോ ഡെപ്ത് അതേപോലെ ഫ്ലോ വെലോസിറ്റി ഇതൊക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ഒരു ലൊക്കേഷനിൽ നിന്ന് ഇപ്പം ഡെപ്ത് ഓഫ് ഫ്ലോ y ആണെങ്കിൽ അടുത്ത ലൊക്കേഷനിലും എന്തായിരിക്കും ഡെപ്ത് ഓഫ് ഫ്ലോ y ആണ്. ഓക്കെ, അത്തരം ഫ്ലോ ആണ് യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്തിന് എന്താ പറയുന്നത്, നോർമൽ ഡെപ്ത് എന്ന് പറയും, ഡിനോട്ടഡ് ബൈ സിമ്പിൾ YN. ഇനി ക്രിട്ടിക്കൽ ഡെപ്ത്, ഇറ്റ് റെഫേഴ്സ് ടു ഡെപ്ത് ഓഫ് ഫ്ലോ വെൻ ഡിസ്ചാർജ് ത്രൂ ദി ചാനൽ ടേക്സ് പ്ലേസ് ആസ് ക്രിട്ടിക്കൽ ഫ്ലോ ഓൺ എ ചാനൽ ബെഡ് സ്ലോപ്പ് ഓഫ് IB. ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഒരു ചാനലിലൂടെയുള്ള ഫ്ലോ ക്രിട്ടിക്കൽ ഫ്ലോ ആവുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്തിനെയാണ് ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. YC എന്ന് ഡിനോട്ട് ചെയ്യും. ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ഫ്ലോ ആണ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ആ ഒരു ചാനലിലൂടെ ക്രിട്ടിക്കൽ ഫ്ലോ നടക്കുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത്, അതാണ് ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ഇനി വൈഡ് റെക്ടാങ്കുലർ ചാനലിൻ്റെ എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൺസിഡർ എ വൈഡ് റെക്ടാങ്കുലർ ചാനൽ B ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് വൈഡ് റെക്ടാങ്കുലർ ചാനൽ. ഇതാണ് B എൻ്റെ വിഡ്ത്ത്, ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത്. Y എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ, Y എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ഫോർ ഗ്രാജുവലി വാരിയഡ് ഫ്ലോ അറ്റ് എ സെക്ഷൻ. A എന്ന് പറയുന്നത് ഫ്ലോ ഏരിയ. ഇതിൻ്റെ ഫ്ലോ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതാണ് ഫ്ലോ ഏരിയ. ആ വാട്ടർ ഒക്യുപ്പൈ ചെയ്യുന്ന ആ സെക്ഷനിലെ ഏരിയയാണ് ഫ്ലോ ഏരിയ എന്ന് പറയുന്നത്. B ഇൻറ്റു Y ആയിരിക്കും ഫ്ലോ ഏരിയ. വെറ്റഡ് പെരിമീറ്റർ, വെറ്റഡ് പെരിമീറ്റർ എന്ന് വെച്ചാൽ ആ ചാനലിൻ്റെ വാട്ടർ വെറ്റ് ചെയ്യുന്ന കറസ്പോണ്ടിങ് പെരിമീറ്ററാണ്. എന്ത് ഇക്വേഷൻ വരും, B പ്ലസ് ഇത് Y ആണ്, ഇതും Y ആണ്, B പ്ലസ് 2Y. ഇത് ജനറൽ റെക്ടാങ്കുലറിൻ്റെ കേസിലാണ് പറയുന്നത്. ഇനി ഒരു വൈഡ് റെക്ടാങ്കുലർ ചാനൽ ആകുന്ന സമയത്ത് എന്ത് ചേഞ്ചാണ് അതിന് വരുന്നത്? ഫോർ എ വൈഡ് റെക്ടാങ്കുലർ ചാനൽ വിഡ്ത്ത് B, വൈഡ് എന്ന് വെച്ചാൽ ഈ വിഡ്ത്ത് B എന്ന് പറയുന്ന വിഡ്ത്ത് എന്ന് വെച്ചാൽ വെരി ലാർജ് ഇൻ കമ്പാരിസൺ വിത്ത് Y. അതായത് B എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ Y ആണ്. ആ ഒരു കേസിൽ നമുക്ക് ഈ വെറ്റഡ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ ഈ B പ്ലസ് 2Y എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി എന്താക്കി എഴുതാൻ വേണ്ടി പറ്റും, B എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷേ ഈ പ്രൊഡക്റ്റ് ഏരിയ ഓഫ് ഫ്ലോ എന്നുള്ള ടേംസ് അതിന് ഒരു മാറ്റം വരുത്താൻ വേണ്ടി പാടില്ല, കാരണം ഇത് പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇവിടെ അഡീഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും, P ഈസ് ഈക്വൽ ടു B പ്ലസ് 2Y എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി B എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോളിക് റേഡിയസ് ഫോർ എ വൈഡ് റെക്ടാങ്കുലർ ചാനൽ, ഹൈഡ്രോളിക് റേഡിയസ് എന്ത് വരും, M ഈസ് ഈക്വൽ ടു A ബൈ P, ഏരിയ ഓഫ് ഫ്ലോ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു BY ആണ് ഏരിയ ഡിവൈഡ് ബൈ പെരിമീറ്റർ B എന്ന് കിട്ടിയിട്ടുണ്ട്. സോൾവ് ചെയ്താൽ കിട്ടും Y എന്ന് കിട്ടും.
അതായത് ഫോർ എ വൈഡ് റെക്ടാങ്കുലർ ചാനൽ ഹൈഡ്രോളിക് റേഡിയസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡെപ്ത് ഓഫ് ഫ്ലോ. ഇനി ഫോർ എ ഗ്രാജുവലി വാരീഡ് ഫ്ലോ, അതിന് ചെസീസ് ഫോർമുല അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ചെസീസ് ഫോർമുലയുടെ ഇക്വേഷൻ എന്താണ് വരുന്നത്? വി ഈസ് ഈക്വൽ ടു സി റൂട്ട് എം ഇൻറ്റു ഐ ആണ് ഫോർ എ ഗ്രാജുവലി വാരീഡ് ഫ്ലോ. ഇവിടെ ഐ സ്ലോപ്പ് ഓഫ് എനർജി ലൈനാണ് വെലോസിറ്റിയുടെ ഇക്വേഷനിൽ വരുന്നത് ഗ്രാജുവലി വാരീഡ് ഫ്ലോൻ്റെ കേസിൽ. വി എന്ന് വെച്ചാൽ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ, സി ചെസീസ് കോൺസ്റ്റൻറ്റ്, എം ഹൈഡ്രോളിക് റേഡിയസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, ഐ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് എനർജി ലൈൻ. ഇതിൽ എം ഈസ് ഈക്വൽ ടു വൈ ആണ് ഫോർ എ വൈഡ് റെക്ടാങ്കുലർ ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വൈഡ് റെക്ടാങ്കുലർ ചാനലാണ്. അതിന് ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അന്നേരം വെലോസിറ്റിയുടെ ഇക്വേഷൻ അങ്ങനെ മാറും. വി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു എമ്മിൻ്റെ സ്ഥാനത്ത് വൈ ഇൻറ്റു ഐ വരും. ഇനി ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി അറിയെങ്കിൽ ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഫ്ലോ ഇൻറ്റു വെലോസിറ്റി. ഇവിടെ റെക്ടാങ്കുലർ ചാനലിൻ്റെ കേസിൽ ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ബി ഇൻറ്റു വൈ ആണ്. ഇതിൻ്റെ വെലോസിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഇവിടെ വൈ ആണ്, ഇവിടെ വൈ റേസ് ടു 1/2 ആണ്. ഓക്കെ, അതായത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഫോർമാറ്റ് എ റേസ് ടു എം പ്ലസ് എൻ. എന്ത് കിട്ടും? ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ബി ഇൻറ്റു വൈ റേസ് ടു 1 + 1/2 എന്ന് പറഞ്ഞാൽ 3/2. വൈ റേസ് ടു 3/2 ഇൻറ്റു റൂട്ട് ഐ അല്ലെങ്കിൽ ഐ റേസ് ടു 1/2. ഓക്കെ, ഗ്രാജുവലി വാരീഡ് ഫ്ലോൻ്റെ കേസിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്നു. ഇനി ഇതൊരു യൂണിഫോം ഫ്ലോൻ്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെസീസ് ഫോർമുല എന്താണ് വരുന്നത്? വി ഈസ് ഈക്വൽ ടു സി റൂട്ട് എം ഇൻറ്റു ഐ ബി. യൂണിഫോം ഫ്ലോൻ്റെ കേസിൽ ചെസീസ് ഫോർമുല എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ബെഡ് സ്ലോപ്പാണ്. ഗ്രാജുവലി വാരീഡ് ഫ്ലോന് സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി എനർജി ലൈനായിരുന്നു. ഇവിടത്തോട്ട് വരുന്ന സമയത്ത് സ്ലോപ്പ് ഓഫ് ബെഡ് അതാണ് വരുന്നത്. ബാക്കി പാരാമീറ്റേഴ്സൊക്കെ സെയിം തന്നെ. സി എന്ന് പറഞ്ഞാൽ ചെസീസ് കോൺസ്റ്റൻ്റ് ആണ്, വി മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ, എം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് റേഡിയസ്. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷൻ യൂണിഫോം ഫ്ലോന് എഴുതുന്ന സമയത്ത് ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വൈഡ് റെക്ടാങ്കുലർ ചാനലിൽ എം എന്ന് വെച്ചാൽ എന്താണ്? ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. യൂണിഫോം ഫ്ലോൻ്റെ കേസിൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് വൈ എൻ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ എമ്മിൻ്റെ സ്ഥാനത്ത് നിന്ന് വരും എം ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു വൈ എൻ വരും. പിന്നെ ഡിസ്ചാർജ് ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അതിനെ കമ്പയർ ചെയ്തിട്ട് യൂണിഫോം ഫ്ലോന് സിമിലറായിട്ട് നമുക്ക് ഡിസ്ചാർജ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? സി ഇൻറ്റു ബി ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് എന്ത് വരും? യൂണിഫോം ഫ്ലോ ആയതുകൊണ്ട് വൈ എൻ റേസ് ടു 3/2 വരും. അതേപോലെ ഇനി ഐ ബി, ഇവിടെ ഐ ആണ്, ഇത് ഗ്രാജുവലി വാരീഡ് ഫ്ലോനാണ്. യൂണിഫോം ഫ്ലോൻ്റെ കേസിലോട്ട് അത് ഐ ബി വരും, ഐ ബി റേസ് ടു 1/2. ഓക്കെ, ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇതും ഡിസ്ചാർജിൻ്റെ ഇക്വേഷനാണ്, ഇതും ഡിസ്ചാർജിൻ്റെ ഇക്വേഷനാണ്, ഒരു പർട്ടിക്കുലർ ചാനലിലൂടെയുള്ളത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു യൂണിഫോം ഫ്ലോ വരുന്നുണ്ട്, ഒരു ചാനലിലൂടെ ഒരു യൂണിഫോം ഫ്ലോ ഉണ്ട്. അതിന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരുന്ന സമയത്ത് അത് ഗ്രാജുവലി വാരീഡ് ഫ്ലോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് എന്താ, രണ്ട് കേസിലും ഡിസ്ചാർജ് എന്ന് പറയുന്നത് സെയിം ആണ്. സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഡിസ്ചാർജ് എന്തായിരിക്കും? സെയിം ആണ്. അതിപ്പം ഗ്രാജുവലി വാരീഡ് ഫ്ലോ ആയാലും യൂണിഫോം ഫ്ലോ ആയാലും ഓക്കെ, ഡിസ്ചാർജിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേഷൻ 1 and 2 ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ഇതാണ് ഇക്വേഷൻ 1, ഇതാണ് ഇക്വേഷൻ 2. ഏതൊക്കെ ക്യാൻസൽ ചെയ്യുക? സി ബി ക്യാൻസൽ ചെയ്യുന്നു. ബാക്കിയുള്ളത് വൈ റേസ് ടു 3/2 ഐ റേസ് ടു 1/2 ഇസ് ഈക്വൽ ടു വൈ എൻ റേസ് ടു 3/2 ഐ ബി റേസ് ടു 1/2. ഇതിൽ ഒരു സൈഡിലോട്ട് കൊണ്ടുവരുന്നത് ഐ ബി റേസ് ടു 1/2 ഈസ് ഈക്വൽ ടു വൈ എൻ ബൈ വൈ റേസ് ടു 3/2 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഓക്കെ, ഈ ഒരു ടേം കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നു. ഇതിനെ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? ഐ ബൈ ഐ ബി ഈസ് ഈക്വൽ ടു വൈ എൻ ബൈ വൈ ഓൾ ക്യൂബ് കിട്ടും. ഓക്കെ, ഇനി ആ ജനറൽ ഗവേണിംഗ് ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ജനറൽ ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടേം മുകളിലത്തെ നിന്ന് ഐ ബി പുറത്തെടുത്താൽ എന്ത് കിട്ടും? ഐ ബി പുറത്തെടുത്താൽ ഇവിടെ പിന്നെ 1 ആണുള്ളത്, ഇവിടെ എന്താണ്? ഐ ബൈ ഐ ബി. ഓക്കെ, ഇവിടെ ഇനി എന്ത് ചെയ്യുന്നത്? ഈ ഐ ബൈ ഐ ബിയുടെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
ഇതിനെ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഐ ബി ഇൻറ്റു 1 മൈനസ് ഈ ഒരു ടേം ഐ ഇ ബൈ ഐ ബിക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും വൈ എൻ ബൈ വൈ ഹോൾ ക്യൂബ് കിട്ടും. ഓക്കെ, ഞാൻ ഇത് വൈഡ് റെക്ടാങ്കുലർ ചാനലിനെ ഏതിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്ന പറഞ്ഞത് നോർമൽ ഡെപ്തിൻ്റെയും ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെയും ടേംസിലോട്ട് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം അതിൽ നോർമൽ ഡെപ്തിൻ്റെ ടേം വന്നു, വൈ എൻ വന്നു, ഇനി വൈ സിനെയും കൂടെ ഇതിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടേം കൺസിഡർ ചെയ്യുന്നത് ആണ് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ടേം കൺസിഡർ ചെയ്യുന്നത് എന്ത് കിട്ടും, ഈ ഒരു ടേം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ടി എന്ന് പറയുന്നത് ടോപ്പ് വിഡ്ത്ത് ഒരു റെക്ടാങ്കുലർ ചാനലിൻ്റെ ടീൻ്റെ വാല്യൂയും ബീൻ്റെ വാല്യൂ എന്താണ്, സെയിം ആണ്. അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഇൻറ്റു ടീൻ്റെ സ്ഥാനത്ത് ബി കൊടുത്തു, ജി ഇൻറ്റു ഏരിയ ഫ്ലോ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു വൈ ആണ്. ഏരിയ ക്യൂബ് വെച്ചാൽ ബി ക്യൂബ് ഇൻറ്റു വൈ ക്യൂബ്. ഓക്കെ, ഇതിൽ ബിയും ഒരു ബി ക്യാൻസൽ ചെയ്ത് പോകുന്നത് എന്താ കിട്ടുന്നത്, ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ജി ബി സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 5 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി പ്രീവിയസ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തൊരു സാധനമുണ്ട്, എന്താണ് ക്രിറ്റിക്കൽ ഫ്ലോ ഡെപ്ത് വൈ സിയുടെ വാല്യൂ ഫോർ എ റെക്ടാങ്കുലർ ചാനലിലൂടെയുള്ള വൈ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് പ്രീവിയസ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ്. എന്താണ്, ക്യൂ സ്ക്വയർ ബൈ ബി സ്ക്വയർ ജി ഓൾ റൈസ് ടു 1/3 ആണ്. ഇതിന് ഞാൻ വൈ സി ക്യൂബിന് എന്ത് എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി പറ്റും, വൈ സി ക്യൂബ് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇൻറ്റു ജി എന്ന് കിട്ടും. ഇനി ഇക്വേഷൻ നമ്പർ 5 നോക്കുക. ഇവിടെ എന്തുണ്ട്, ക്യൂ സ്ക്വയർ ബൈ ബി സ്ക്വയർ ജി ഉണ്ട്. അതിൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, വൈ സി ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അന്നേരം ഇക്വേഷൻ 5 എന്താ മാറ്റം വരുന്നത്, ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് ഈസ് ഈക്വൽ ടു വൈ സി ക്യൂബ് ഡിവൈഡ് ബൈ വൈ ക്യൂബ് എന്ന് കിട്ടും, അല്ലെങ്കിൽ വൈ സി ബൈ വൈ ഹോൾ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഓൾറെഡി കണ്ടുപിടിച്ച ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, അതിൽ എന്ത് ചെയ്യുന്നു, ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് ഇവിടെയാണ് ആ ടേം ഉണ്ടായിരുന്നത്, അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, വൈ സി ബൈ വൈ ഹോൾ ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്ത് കിട്ടും, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഐ ബി ഇൻറ്റു 1 മൈനസ് വൈ എൻ ബൈ വൈ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 1 മൈനസ് വൈ സി ബൈ വൈ ഹോൾ ക്യൂബ്. ഇതാണ് ഗ്രാജ്വലി വാരീഡ് ഫ്ലോ ഇക്വേഷൻ ഫോർ എ വൈഡ് റെക്ടാങ്കുലർ ചാനൽ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ചെസ്സീസ് ഫോർമുലയാണ്. ഡിസ്ചാർജ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെസ്സീസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് കിട്ടുന്ന ഇക്വേഷനാണിത്. ഇനി ഞാൻ മാനിങ്സ് ഫോർമുല യൂസ് ചെയ്യുന്നു. മാനിങ് ഫോർമുല എന്ന് വെച്ചാൽ ചെസ്സീസ് ഫോർമുലയിൽ ആ ചെസ്സീസ് കോൺസ്റ്റൻറ്റിന് വാല്യൂ കൊടുക്കുന്നതാണ് മാനിങ്സ് ഫോർമുല. അത് യൂസ് ചെയ്യുന്ന സമയത്ത് സിമിലർ കാൽക്കുലേഷൻ ചെയ്താൽ കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഐ ബി ഇൻറ്റു 1 മൈനസ് വൈ എൻ ബൈ വൈ ഹോൾ റൈസ് ടു 10/3 ഡിവൈഡ് ബൈ 1 മൈനസ് വൈ സി ബൈ വൈ ഹോൾ ക്യൂബ്. ഈ ഒരു എക്സ്പ്രഷനാണ് കിട്ടുക മാനിങ്സ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, സിമിലറായിട്ട് സോൾവ് ചെയ്ത് നോക്കിയാൽ ഈ എക്സ്പ്രഷൻ കിട്ടും. അടുത്ത ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ചാനൽ ബെഡ് സ്ലോപ്സ്. ബേസ്ഡ് ഓൺ റിലേറ്റീവ് വാല്യൂസ് ഓഫ് നോർമൽ ഡെപ്ത് ആൻഡ് ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ, the channel bottom slopes are classified as critical slope, mild slope, steep slope, horizontal slope and adverse slope. ഓക്കെ, ചാനൽ ബെഡ് അതിൻ്റെ സ്ലോപ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന പറയുന്നത് ഏതിൻ്റെ ബേസിലാണ്, റിലേറ്റീവ് വാല്യൂസ് ഓഫ് നോർമൽ ഡെപ്ത് ആൻഡ് ക്രിട്ടിക്കൽ ഡെപ്ത്. ഓക്കെ, 5 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഇതിൽ നോർമൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ചാനലിലൂടെയുള്ള യൂണിഫോം ഫ്ലോ ആണ് നടക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്തിനാണ് നോർമൽ ഡെപ്ത് എന്ന് പറയുന്നത് വൈ എൻ. ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് വെച്ചാൽ ഒരു ചാനലിലൂടെയുള്ള ഫ്ലോ ക്രിട്ടിക്കൽ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്താണ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കേസിൽ ഫോർ എ ഗിവൺ ഡിസ്ചാർജ് സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി ദ സ്ലോപ്പ് ഓഫ് ദി ചാനൽ ബെഡ് കറസ്പോണ്ടിങ് ടു ക്രിട്ടിക്കൽ ഡെപ്ത് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ സ്ലോപ്പ്. മീൻസ് ഒരു ചാനലിലൂടെയുള്ള ഫ്ലോ ക്രിട്ടിക്കൽ ഫ്ലോ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ചാനലിൻ്റെ ബെഡ് സ്ലോപ്പിന് എന്ത് പറയും, ക്രിട്ടിക്കൽ സ്ലോപ്പ് എന്ന് പറയും. ഇനി ഓരോരോ ബെഡ് സ്ലോപ്പ് നോക്കാം. ഫസ്റ്റത്തത് ക്രിട്ടിക്കൽ സ്ലോപ്പ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു പർട്ടിക്കുലർ ചാനലിലൂടെയുള്ള ഫ്ലോ ക്രിട്ടിക്കൽ ഫ്ലോ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെഡ് സ്ലോപ്പിന് ക്രിട്ടിക്കൽ സ്ലോപ്പ് എന്ന് പറയും, ഐ സി സിമ്പൽ. ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കേസിൽ നോർമൽ ഡെപ്തും പിന്നെ എന്തായിരിക്കും ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ വാല്യൂം സെയിം ആയിരിക്കും. അതായത്
critical slope happens when normal depth of flow is equal to critical depth of flow and the uniform flow is critical. അതായത് ഒരു ചാനലിലൂടെയുള്ള ഫ്ലോ എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ ഫ്ലോ ആണ്. ഒരു പ്രിസ്മാറ്റിക് ചാനലിലൂടെയുള്ള ക്രിറ്റിക്കൽ ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിഫോം ഫ്ലോവും കൂടി ആയിരിക്കും. ഓക്കെ, അതങ്ങനെയാണ് വരുന്നതെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചാനലിലൂടെയുള്ള ക്രിറ്റിക്കൽ ഫ്ലോ, പ്രിസ്മാറ്റിക് ചാനലിലൂടെയുള്ള ക്രിറ്റിക്കൽ ഫ്ലോ എന്ന് പറയുന്നത് യൂണിഫോം ഫ്ലോവും കൂടിയായിരിക്കും. മീൻസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ ഡെപ്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ക്രിറ്റിക്കൽ ഡെപ്ത് തന്നെയായിരിക്കും. അതായത് ചാനലിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ സ്ലോപ്പ് ആണെങ്കിൽ നോർമൽ ഡെപ്തും YNഉം ക്രിറ്റിക്കൽ ഡെപ്തും സെയിം ആയിരിക്കും. അതായത് നോർമൽ ഡെപ്ത് ലൈനും ക്രിറ്റിക്കൽ ഡെപ്ത് ലൈനും കോയിൻസൈഡ് ചെയ്യും. ഓക്കെ, NDL എന്ന് പറഞ്ഞാൽ നോർമൽ ഡെപ്ത് ലൈൻ, CDL എന്ന് പറഞ്ഞാൽ ക്രിറ്റിക്കൽ ഡെപ്ത് ലൈൻ. ക്രിറ്റിക്കൽ ഫ്ലോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ സർഫസ് അതാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് നോർമൽ യൂണിഫോം ഫ്ലോൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ സർഫസും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്രിറ്റിക്കൽ സ്ലോപ്പ് ആവുന്ന സമയത്ത് ഇത് രണ്ടും എന്താണ്? കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അതായത് YN ഈസ് ഈക്വൽ ടു YC. ഇനി മൈൽഡ് സ്ലോപ്പ്. ദ ചാനൽ ബോട്ടം സ്ലോപ്പ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് മൈൽഡ് വെൻ ചാനൽ ബോട്ടം സ്ലോപ്പ് IB ഈസ് ലെസ് ദാൻ ക്രിറ്റിക്കൽ സ്ലോപ്പ്. അതായത് ക്രിറ്റിക്കൽ സ്ലോപ്പ്, ചാനൽ ബെഡിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ സ്ലോപ്പിനെക്കാട്ടിയും കുറവാണ്. അതായത് കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ളതായിരിക്കും. അത്തരം സ്ലോപ്പിന് എന്ത് പറയും? മൈൽഡ് സ്ലോപ്പ് എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ക്രിറ്റിക്കലി ഇതാണെങ്കിൽ അതിനെക്കാട്ടിയും കുറവ് സ്ലോപ്പാണ് എന്ത് വരുന്നത്? മൈൽഡ് സ്ലോപ്പ് വരുന്നത്. മൈൽഡ് സ്ലോപ്പ് ചാനലിൽ വരുന്നത്. അതായത് വെൻ ബോട്ടം സ്ലോപ്പ് ഈസ് മൈൽഡ് ആവുന്ന സമയത്തെന്ന് വെച്ചാൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ സ്ലോപ്പിനെക്കാട്ടിയും കുറവായിരിക്കും. IB ലെസ് ദാൻ IC എന്ന് പറയുന്നത്. IB എന്ന് വെച്ചാൽ ബെഡ് സ്ലോപ്പ്, IC എന്ന് പറഞ്ഞാൽ ക്രിറ്റിക്കൽ ബെഡ് സ്ലോപ്പ്. ഓക്കെ, ആ ഒരു കേസിൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രിറ്റിക്കൽ ഡെപ്തിനെക്കാട്ടിയും കൂടുതലായിരിക്കും. അതായത് YN ഗ്രേറ്റർ ദാൻ YC ആയിരിക്കും. ഇതാണ് ക്രിറ്റിക്കൽ ഡെപ്ത് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് YC ആണ്. മൈൽഡ് സ്ലോപ്പ് ആണെങ്കിൽ എന്തായിരിക്കും? നോർമൽ ഡെപ്ത് എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ ഡെപ്തിനെക്കാട്ടിയും കൂടുതലായിരിക്കും. അതായത് YN ഗ്രേറ്റർ ദാൻ YC. കാരണം എന്ന് വെച്ചാൽ ക്രിറ്റിക്കലിനെക്കാട്ടിയും കൂടുതൽ സ്ലോപ്പ് കുറവാണ്. സ്ലോപ്പ് കുറഞ്ഞ സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും? വെലോസിറ്റി കുറവായിരിക്കും. വെലോസിറ്റി കുറവാകുന്ന സമയത്ത് Q ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. വെലോസിറ്റി കുറഞ്ഞു, അന്നേരം സെയിം എമൗണ്ട് ഓഫ് ഡിസ്ചാർജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യണം. ഏരിയ ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ഡെപ്ത് ഓഫ് ഫ്ലോ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാരണം ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ ഫംഗ്ഷനാണ്. ഏരിയ ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യണം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് മൈൽഡ് സ്ലോപ്പിൻ്റെ കേസിൽ എന്ന് വെച്ചാൽ നോർമൽ ഡെപ്ത് ലൈൻ എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ ഡെപ്ത് ലൈനിനെക്കാട്ടിയും എബോവ് ആയിട്ടാണ് ഉണ്ടാവുക. YN ഗ്രേറ്റർ ദാൻ YC. അടുത്തത് സ്റ്റീപ്പ് സ്ലോപ്പ്. ദ ചാനൽ ബോട്ടം സ്ലോപ്പ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് സ്ലീപ്പ് വെൻ IB ഈസ് ഗ്രേറ്റർ ദാൻ IC. അതായത് ഒരു ചാനലിൻ്റെ ബെഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ സ്ലോപ്പിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ അത്തരം സ്ലോപ്പിന് എന്ത് പറയും? സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറയും. അതായത് IB ഗ്രേറ്റർ ദാൻ IC. ആ ഒരു കേസിൽ വെൻ ദ ബോട്ടം സ്ലോപ്പ് ഈസ് സ്റ്റീപ്പ് നോർമൽ ഡെപ്ത് ഓഫ് ഫ്ലോ ഈസ് ലെസ് ദാൻ ക്രിറ്റിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ. ക്രിറ്റിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ അതിനെക്കാട്ടിയും ലോവർ ആയിട്ടായിരിക്കും നോർമൽ ഡെപ്ത് ഓഫ് ഫ്ലോ ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? സ്ലോപ്പ് കൂടുന്ന സമയത്ത് ഫ്ലോ വെലോസിറ്റി കൂടി. ഓക്കെ, ഫ്ലോ വെലോസിറ്റി കൂടി പർട്ടിക്കുലർ ഡിസ്ചാർജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ഫ്ലോ കുറയണം. ഏരിയ ഓഫ് ഫ്ലോ കുറയുന്ന സമയത്ത് ഡെപ്ത് ഓഫ് ഫ്ലോന് ഡിക്രീസ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് സ്റ്റീപ്പ് സ്ലോപ്പിൻ്റെ കേസ് എന്ന് പറയുന്നത്. IB ഗ്രേറ്റർ ദാൻ ICയും അതേപോലെ YN ലെസ് ദാൻ YC. അതായത് NDL നോർമൽ ഡെപ്ത് ലൈൻ എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ ഡെപ്ത് ലൈനെക്കാട്ടിയും ബിലോ ആയിട്ടാണ് ഉണ്ടാവുക സ്റ്റീപ്പ് സ്ലോപ്പിൻ്റെ കേസിൽ. അടുത്തത് ഹൊറിസോണ്ടൽ സ്ലോപ്പ്. ഓക്കെ, വെൻ ദി ചാനൽ ബോട്ടം സ്ലോപ്പ് ഈസ് 0. ഹൊറിസോണ്ടൽ സ്ലോപ്പ് എന്ന് വെച്ചാൽ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ ചാനൽ ബെഡ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, വെൻ ദ ചാനൽ ബോട്ടം സ്ലോപ്പ് ഈസ് 0 ദ ബോട്ടം സ്ലോപ്പ് ഓഫ് ദ ചാനൽ ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് ഹൊറിസോണ്ടൽ. അതായത് IB ഈസ് ഈക്വൽ ടു 0. ഇതെന്താണ്? നേരെ ഹൊറിസോണ്ടലാണ്. ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത്, നേരെ ഹൊറിസോണ്ടലാണ്. ഓക്കെ, ഇതിൽ ഹൊറിസോണ്ടൽ സ്ലോപ്പ് അതായത് IB 0 എന്ന് പറയുന്ന കേസിൽ ഒരു ക്രിറ്റിക്കൽ ഡെപ്ത് ലൈൻ ഉണ്ടാവും. കറസ്പോണ്ടിങ് ക്രിറ്റിക്കൽ ഫ്ലോക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ക്രിറ്റിക്കൽ ഡെപ്ത് ലൈൻ ഉണ്ടാവും. ഇനി നോർമൽ ഡെപ്ത് ലൈൻ
അല്ലെങ്കിൽ നോർമൽ ഡെപ്ത്ത് അത് ഇൻഫിനിറ്റിയിലാണെന്നുണ്ടാവുക. YN വിൽ ബി അറ്റ് ഇൻഫിനിറ്റി. ഹൊറിസോണ്ടൽ സ്ലോപ്പ് വരുന്ന ചാനലല്ല, ഹൊറിസോണ്ടൽ ചാനലിൻ്റെ കേസിൽ YN എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. കറസ്പോണ്ടിങ് ഇക്വേഷൻസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് YN ഇൻഫിനിറ്റി ആവുന്നത്. ഓൾറെഡി നമ്മൾ ഈ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. വൈഡ് റെക്റ്റാങ്കുലർ ചാനലിൻ്റെ ഡെറിവേഷനിൽ കണ്ട ഇക്വേഷനാണിത്. ഫോർ എ ഡിസ്ചാർജ് ഫ്രം ദ ഡിസ്ചാർജ് ഇക്വേഷൻ ഓഫ് യൂണിഫോം ഫ്ലോ ഇൻ വൈഡ് റെക്റ്റാങ്കുലർ ചാനൽ Q is equal to C into B into YN raised to 3/2 into IB raised to 1/2. ഇതിൽ ഞാൻ YN raised to 3/2 എന്നൊക്കെ എന്ത് എഴുതാൻ വേണ്ടി പറ്റും? Q ഡിവൈഡ് ബൈ ബാക്കിയുള്ള ടേംസ് എഴുതാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ YN is equal to എന്ത് കിട്ടും? ഈ ഒരു ടേം കിട്ടി. ഓക്കെ, ഇതിൽ ഇനി ഹൊറിസോണ്ടൽ ചാനലിൻ്റെ കേസിൽ എന്താണ്? IB 0 ആയി. IB 0 എന്ന സമയത്ത് ഈ ഒരു ടേം എന്തായി? 0 ആയി. സം ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ 0 എന്താ വരുന്നത്? ഇൻഫിനിറ്റിയാണ് വരുന്നത്. അല്ലെങ്കിൽ YN എന്തായിരിക്കും? ഇൻഫിനിറ്റി. IB 0 എന്ന സമയത്ത്, അതായത് ഹൊറിസോണ്ടൽ ചാനലിൻ്റെ കേസിൽ YNൻ്റെ വാല്യൂ, നോർമൽ ഡെപ്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. നോർമൽ ഡെപ്ത് ഓഫ് ഫ്ലോ വിൽ ബി ഇൻഫിനിറ്റി ഫോർ എ ഹൊറിസോണ്ടൽ ചാനൽ. ഓക്കെ, ആ ഇക്വേഷൻ നോക്കിയാൽ അത് മനസ്സിലാവും. അടുത്തത് അഡ്വേഴ്സ് സ്ലോപ്പ്, ലാസ്റ്റത്തതാണ്. വെൻ ദി channel bottom slope rises instead of falling along the direction of flow, it is designated as adverse slope. Thus, in a channel with adverse bottom slope, the bottom slope of the channel is less than 0. അതായത് bottom slope is negative, IB less than 0. For an adverse slope channel, the normal depth of flow YN is imaginary. നമുക്ക് അഡ്വേഴ്സ് സ്ലോപ്പ് എന്ന് നോക്കാം. തൊട്ട് മുമ്പത്തെ കേസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് സ്ലോപ്പ് എങ്ങോട്ടുണ്ടായിരുന്നത്? നേരെ താഴോട്ടാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഫ്ലോ ഡയറക്ഷനിൽ എന്താണ്? ചാനൽ ഈ ഒരു ഡയറക്ഷനെ തൊട്ട് മുമ്പത്തെ കേസിലൊക്കെ ഉണ്ടായിരുന്നത്. ഹൊറിസോണ്ടൽ അല്ല, അതിന് മുമ്പേ ഡിസ്കസ് ചെയ്ത കേസിലൊക്കെ ചാനൽ ബെഡ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് സ്ലോപ്പ് ഉണ്ടായിരുന്നത്. ഈ ഒരു കേസിൽ എന്തായി? സ്ലോപ്പ് നേരെ ഇൻക്രീസിങ് ആണ്, റൈസിങ് സ്ലോപ്പാണ് ഇതിലുള്ളത്. അത്തരം കേസ് എന്താണ്? അഡ്വേഴ്സ് സ്ലോപ്പാണ്. ഓക്കെ, നോർമലി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം. നമ്മളെ നോർമലി ഓപ്പൺ ചാനൽ ഫ്ലോസിൽ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റി ഫോഴ്സാണ്. ഗ്രാവിറ്റി ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് അലോങ് ഫ്ലോ ഡയറക്ഷൻ, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ഗ്രാവിറ്റിയാണ് ഫ്ലോ നടക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തു? കേസ് അഡ്വേഴ്സ് ആണ്. അതായത് ഇതിൽ എങ്ങനെയാണ് ഫ്ലോ നടക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. ഫ്ലോ നടക്കണമെങ്കിൽ എന്തായിരിക്കും? ഈ ഒരു സെക്ഷനിലെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിലെ ടോട്ടൽ എനർജിനെക്കാട്ടിയും ഹയർ ആയിരിക്കണം. അതായത് ഇത് സെക്ഷൻ 1ഉം ഇത് സെക്ഷൻ 2 ആണെങ്കിൽ സെക്ഷൻ 1ലെ ടോട്ടൽ എനർജി മസ്റ്റ് ബി ഹയർ ദാൻ ടോട്ടൽ എനർജി അറ്റ് സെക്ഷൻ 2. എന്നാൽ മാത്രമേ എന്ത് ചെയ്യൂ? ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ നടക്കുമല്ലോ. അതാണ് അഡ്വേഴ്സ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് ഫ്ലോ ഡയറക്ഷനിൽ എന്താണ്? ഒരു റൈസാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഫോൾ. ഈ ഒരു കേസിൽ നോർമൽ ഡെപ്ത് YN എന്ന് പറയുന്നത് ഇമാജിനറി ആയിരിക്കും. അതെങ്ങനെയാണ് വരുന്നത്? YNൻ്റെ ഇക്വേഷൻ നോക്കുക. തൊട്ട് മുമ്പിലുണ്ടായ തന്നെയാണ്. YN is equal to IB raised to 1/2 എന്ന് വെച്ചാൽ എന്താണ്? റൂട്ട് IB ആണ്. ഓക്കെ, IB അഡ്വേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവാണ് ഇവിടെ. IB നെഗറ്റീവ് ആവുന്ന സമയത്ത് സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി ആണ്. ഇമാജിനറി നമ്പറാണ്. അല്ലെങ്കിൽ YN എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമാജിനറി ആയിരിക്കും. അഡ്വേഴ്സ് സ്ലോപ്പിൻ്റെ കേസിൽ YN, അതായത് നോർമൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഇമാജിനറി ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ചാനൽ ബെഡ്, അതിൻ്റെ സ്ലോപ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്.